प्यारे बच्चों ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നു. യെസ്, നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, റെഡി അല്ലേ മക്കളെ? നമ്മുടെ ഹിന്ദിയുടെ ആദ്യത്തെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു. മാഷ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തിലെ ചോദ്യമാണ്. എൻ്റെ എല്ലാ മക്കളും കൃത്യതയോട് കൂടി മാഷ് കൂടെ ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം എന്താണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ഈ വരുന്ന ഓണ പരീക്ഷയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. മക്കൾ കൃത്യതയോട് കൂടി ശ്രദ്ധിക്കും മക്കളെ. നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം എന്നുള്ളത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, എന്താണ് ആ ചോദ്യം? സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒന്ന് പറഞ്ഞേ. യെസ്, ശരിയായ പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ശരിയായ പ്രസ്താവന എടുത്തിട്ട് എഴുതണം. അപ്പൊ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? 5 പ്രസ്താവന തന്നിട്ടുണ്ട് അല്ലെ. 5 പ്രസ്താവന നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ 5 പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തിട്ട് എഴുതണം. റെഡി അല്ലേ മക്കളെ? യെസ്, ഇതിൽ 5 ഈ പ്രസ്താവന നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ 1ാമത്തെ യൂണിറ്റ് ആയ ചട്പട് ഓർ നട്കട് എന്നുള്ള പാഠഭാഗം എന്റെ മക്കളുടെ മനസ്സിലേക്ക് വരണം. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ദോനോ ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠത്തെ ഹേ. രണ്ടാമതായിട്ട് നട്കട് കോ ഗിട്ടി പൈരാന ആത്താ ഹേ. അതേപോലെ നട്കട് ഹമേശ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹേ. അതേപോലെ ബഡാ ഭായ് 5वीं कक्षा में पढ़ता है. चटपट को स्कूल के रास्ते में कई बार चोटे का इंतजार करना പഠിത്താ ഹേ. എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. എന്റെ മക്കൾ സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയാം. റെഡി? അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. ദോനോ ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠത്തെ ഹേ. ദോനോ ഭായ്, 2 സഹോദരന്മാരും അല്ലേ? യെസ്, നമ്മുടെ മനസ്സിലേക്ക് ആ പാഠഭാഗത്തിന്റെ ഹെഡിങ് കൊണ്ടുവന്നോ? ചട്പട് ഓർ നട്കട് എന്നുള്ള ഹെഡിങ് കൊണ്ടുവന്നോ? അപ്പൊ ദോനോ ഭായ് ആരാന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇനി അപ്നെ ഗാവ് കെ സ്കൂൾ അല്ലെ, അവരുടെ സ്വന്തം ഗ്രാമത്തിലെ അല്ലെ 2 സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു പഠത്തെ ഹേ പഠിച്ചിരുന്നത്. ആയിരുന്നോ? അവരുടെ സ്വന്തം ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നോ അവർ പഠിച്ചിരുന്നത്? ഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം, ഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം അല്ലെ, ഗ്രാമമാണ് അല്ലേ? അതേപോലെ സ്കൂൾ എൻ്റെ മക്കൾക്കറിയാം, സ്കൂൾ പഠത്തെ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പഠിക്കുന്നത് അല്ലെ, പഠിക്കുന്നത്. അപ്പൊ എന്താണ് മക്കളെ? ദോനോ ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠത്തെ ഹേ. 2 സഹോദരന്മാരും തങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇത് ശരിയോ തെറ്റോ? എൻ്റെ മക്കൾ പറഞ്ഞേ, ശരിയോ തെറ്റോ? യെസ്, ഇത് റോങ് ആണ്. ഇത് ശരിയല്ല. കാരണം എന്താണ്? അവർ വേറെ ഗ്രാമത്തിലെ സ്കൂളിൽ പോയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ആ കഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? യെസ്, സെറ്റ് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രസ്താവന ശരിയാണോ എന്ന് നോക്കാം. നട്കട് കോ ഗിട്ടി പൈരാന ആത്താ ഹേ. നട്കടിന് എന്തായിരുന്നു? നട്കടിന് ഒരു കല്ല് അല്ലെ, ഒരു കല്ല് പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ കല്ലെറിയാൻ കഴിയുമായിരുന്നു, നല്ല രീതിയിൽ എറിയാൻ അറിയുമായിരുന്നു എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ എന്നുള്ളത് എൻ്റെ മക്കൾ ഒന്ന് ഓർത്ത് നോക്കിയേ. സാറേ ശരിയാണ്. നട്കടിന് എന്തായിരുന്നു? കല്ല്, നല്ല പരന്ന കല്ല് നല്ല രീതിയിലൊക്കെ വ്യത്യസ്ത രീതിയിൽ എറിയാൻ അറിയായിരുന്നു അല്ലെ. നമ്മളൊക്കെ എന്ത് ചെയ്യും? മാങ്ങക്കൊക്കെ കല്ലെറിയാറില്ലേ? യെസ്, മാഷൊക്കെ പഠിക്കുന്ന സമയത്ത് മാങ്ങക്കൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങളിപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇതൊന്നും ചെയ്യാതെ വളരെ മാന്യമായി നടക്കുന്ന മക്കളും ഉണ്ടാകും. ഏതായാലും ഒക്കെ അതിന്റെ രീതിയിൽ എടുക്കും എന്ന് മാഷ് വിശ്വസിക്കുന്നു. അപ്പൊ നട്കട് കോ ഗിട്ടി പൈരാന ആത്താ ഹേ. എന്ത് ചെയ്യുക? നട്കടിന് എന്താണ്? കല്ല് ിൽ വിദഗ്ധനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചട്പട് എന്തായിരുന്നു? നീന്തുന്നതിലായിരുന്നു വിദഗ്ധൻ. അതും കൂടി എന്റെ മക്കൾ കണക്ട് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നോ? യെസ്, സെറ്റ് അല്ലേ? അപ്പൊ ഇതെന്തായിരുന്നു? ഈ പ്രസ്താവന എന്തായിരുന്നു? ശരിയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ശരിയാണ് എന്ന് കണ്ടെത്തി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ 3ാമത്തെ പ്രസ്താവന എന്റെ മക്കൾ ശ്രദ്ധിച്ചേ. നട്കട് ഹമേശ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹേ. നട്കട്, ചിത്രം നോക്കിക്കേ, തസ്വീർ ദേക്കിയേ.
എന്താണ് ആ ചിത്രം നോക്കിക്കേ. ആ ചിത്രം നോക്കുമ്പോൾ വളരെ ദുഃഖത്തോടു കൂടി അല്ലേ. ആ മുമ്പ് മാഷക്കാലത്തൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഭയങ്കര സംഭവമല്ലേ സ്കൂളിൽ പോകുന്നതൊക്കെ. നല്ല ഭക്ഷണം അല്ലേ, ആ നല്ല നല്ല അടിപൊളി സാറന്മാരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹിന്ദി അധ്യാപകരൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ എല്ലാ വിഷയത്തിന്റെ അധ്യാപകരെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾക്ക് എന്താണ് സ്കൂളിൽ പോകാൻ വളരെ ഹാപ്പിയാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് നടുക്കട് ഹമേശാ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹേ. ആ നടുക്കട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അത് ശരിയാണോ തെറ്റാണോ മക്കളെ? പറഞ്ഞേ, ആ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നേ. എന്താ സാറേ പറയുന്നത്? ഈ പ്രസ്താവന വളരെ തെറ്റാണ്. യെസ്. അപ്പൊ എന്താണ് നടക്കണത്? എന്താണ്? യെസ്, വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ആനന്ദത്തോട് കൂടിയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ നടക്കട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് പോലെ ഒരിക്കലും കരഞ്ഞുകൊണ്ട് പോയിട്ടില്ല. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ 3 എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ശരിയും തെറ്റും നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് 4ാമത്തെ പ്രസ്താവനയിലേക്ക് പോകാം. എന്റെ മക്കൾ ശ്രദ്ധിച്ചേ. ബഡാ ഭായ് 5वीं कक्षा में पढ़ता है. വലിയ സഹോദരൻ അല്ലേ, മൂത്ത സഹോദരൻ. ബഡാ ഭായ് മൂത്ത സഹോദരൻ അല്ലേ. മൂത്ത സഹോദരൻ എന്താണ്? 5वीं कक्षा में पढ़ता है. 5ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ആ പ്രസ്താവന ശരിയാണോ? യെസ് സാർ, അത് ശരിയാണ്. ആ പ്രസ്താവന ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറിയ സഹോദരൻ എത്രാം ക്ലാസ്സിലായിരുന്നു എന്നുള്ളത് ആ കഥ എന്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നല്ലോ. യെസ്, 3ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ചെറിയ സഹോദരൻ 3ാം ക്ലാസ്സിലും ബഡാ ഭായ് 5ാം ക്ലാസ്സിലുമായിരുന്നു. അപ്പൊ ഈ പ്രസ്താവന മൂത്ത സഹോദരൻ 5ാം ക്ലാസ്സിലാണ് എന്നുള്ള പ്രസ്താവന എന്താണ്? ശരിയാണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിൽ 5ാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പൊ അറിയാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചട്പട് സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേ കാ ഇന്തിസാർ കർനാ പഡ്താ ഹേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ? യെസ്, ചട്പട് ചട്പടിന് എന്താണ്? സ്കൂൾ കെ രാസ്തേ മേ, സ്കൂളിൽ പോകുന്ന വഴിയിൽ അല്ലെ, കൈ ബാർ ഒരുപാട് തവണ അല്ലെങ്കിൽ പല തവണ അല്ലെ, നമുക്ക് പല തവണ എന്ന് പറയാം. പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോട്ടേക്ക ഇന്തിസാർ. ചോട്ടെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ സഹോദരനാണ്. ചെറിയ സഹോദരനെ ഇന്തിസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുക, കാത്തു നിൽക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് കാത്തു നിൽക്കുക എന്ന് പറയാം. കാത്തു നിൽക്കുക. അപ്പൊ ചെറിയ സഹോദരനെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പൊ ചെറിയ സഹോദരനെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ മൂത്ത സഹോദരനായ ചട്പടിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്റെ മക്കൾ പറഞ്ഞേ. ശരിയാണ് അല്ലേ. എന്താണ്? മൂത്ത സഹോദരന് തന്റെ ചെറിയ സഹോദരനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് തവണ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കഥയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ പ്രസ്താവനയും എന്താണ് മക്കളെ? ശരിയാണ്. അപ്പൊ മാഷ് ഒരിക്കൽ കൂടി മാഷ് ഈ 5 പ്രസ്താവനകൾ ഒരിക്കൽ കൂടി മാഷ് എന്ത് ചെയ്യാം, വായിക്കാം എന്നുള്ളത് എന്റെ മക്കൾ നോക്കിക്കാം. അപ്പൊ നമ്മൾ ആ രീതിയിൽ നോക്കാം. ദോനോ ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠ്തേ ഹേ. 2 പേര് അവരുടെ ഗ്രാമത്തിലായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അവർ മറ്റൊരു ഗ്രാമത്തിലാണ് പോയിട്ട് പഠിച്ചിട്ടുള്ളത്. നടുക്കടുക്കോ ഗിട്ടി പൈരാനാത്താ ഹേ അല്ലേ. നടുക്കടിന് എന്താണ്? ആ കല്ലൊരു പ്രത്യേക രീതിയിൽ എറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേപോലെ നടുക്കട് ഹമേശാ രോത്തെ ഹുയി സ്കൂൾ ആത്താ ഹേ അല്ലെ. വളരെ ദുഃഖത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നുള്ള പ്രസ്താവന എന്താണ്? അത് തെറ്റാണ് അല്ലേ. അതേപോലെ പിന്നെ വന്നിട്ടുള്ളത് എന്താ? 4ാമത്തെ നമ്മളോട് പറഞ്ഞ എന്താ? ബഡാ ഭായ് 5वीं कक्षा में पढ़ता है. വലിയ സഹോദരൻ 5ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അത് ശരിയാണ്. ചട്പട് കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേ കാ ഇന്തിസാർ കർനാ പഡ്താ ഹേ അല്ലേ. മൂത്ത സഹോദരൻ ചട്പടിന് തന്റെ ചെറിയ സഹോദരനെ സ്കൂൾ പോകുന്ന വഴിയിൽ ഒരുപാട് തവണ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും ശരിയാണ്. സെറ്റാണോ മക്കളെ? റെഡി അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതോടുകൂടി ആ കഥ തന്നെ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് എത്തി. ഏത് ചോദ്യം വന്നാലും 1 വേർഡ് ചോദ്യങ്ങൾ പോലും ഇതിൽ വന്നാൽ എൻ്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് മാഷിന്റെ ഉറപ്പാണ്. അപ്പൊ ഒരിക്കൽ കൂടി ആ ശരിയായിട്ടുള്ള 3 പ്രസ്താവന അല്ലെ 5 എണ്ണത്തിൽ 3 എണ്ണം ശരിയും 2 എണ്ണം തെറ്റുമാണ്. റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ആ ശരിയായ പ്രസ്താവന മാഷ് ഒരിക്കൽ കൂടി പറയാം. എൻ്റെ മക്കൾ കൃത്യതയോട് കൂടി ഒന്നും കൂടി മനസ്സിലാക്കി വെച്ച മക്കളെ. നടുക്കെടുക്കോ ഗിട്ടി പൈരാനാത്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ആ ശരിയായ രീതിയിൽ ആ കല്ലെറിയുന്നതിൽ വിദഗ്ധനായിരുന്നു അല്ലെ. മാഷ് പറഞ്ഞു മാവിന് കല്ലെറിയുന്നത്, ഏതിന് കല്ലെറിയാണെങ്കിലും നമ്മുടെ നടുക്കട് വിദഗ്ധനായിരുന്നു. അത് ശരിയാണ്. ബഡാ ഭായ് 5वीं कक्षा में पढ़ता है. വലിയ സഹോദരൻ
5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരിയല്ലടാ മക്കളെ? സാറേ ഞങ്ങൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യെസ്, നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് അല്ലേ? നമ്മുടെ കഥാപാത്രമായ ബഡാഭായി എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലായിരുന്നു. യെസ്, അതേപോലെ സ്കൂളിൽ പോകുന്ന വഴിയിൽ അല്ലെ, നമ്മുടെ ചർപ്പടിന് സ്കൂളിൽ പോകുന്ന വഴിയിൽ പലപ്പോഴും തന്റെ ചെറിയ സഹോദരനെ വെയിറ്റ് ചെയ്യുക, കാത്തു നിൽക്കുക, പ്രതീക്ഷിച്ച് നിൽക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ 3 പ്രസ്താവന ശരിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. സെറ്റ് അല്ലടാ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചട്പടോർ നടുക്കട് എന്നുള്ള പാഠഭാഗം നമുക്ക് ഏറെക്കുറെ ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏത് ചോദ്യം വന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പ്രസ്താവനകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? യെസ്. അപ്പൊ റെഡി ആണെങ്കിൽ എല്ലാ മക്കളും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യതയോടുകൂടി കമന്റ് ഒക്കെ ചെയ്യുക. സെറ്റ് അല്ലേ മക്കളെ? യെസ്, റെഡി അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.